നമസ്കാരം, ഞാൻ രമ്യ രാജ്. തങ്ങളുടെ സ്വപ്നങ്ങളെ അടുക്കളയിലെ പുകമറയ്ക്കുള്ളിൽ ഒളിപ്പിച്ച ഒരുപാട് സ്ത്രീ ജന്മങ്ങളുണ്ട് നമ്മൾക്കിടയിൽ. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകിക്കൊണ്ട് അവരെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് വന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് പെണ്ണിലം പബ്ലിക്കേഷൻസ്. താച്ചി എന്ന ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്നും പെണ്ണിലം എന്ന ഒരു വലിയ പബ്ലിക്കേഷനിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ന് പെണ്ണിലം. പെണ്ണിലത്തിൻ്റെ എല്ലാമായ അമരക്കാരി ശ്രീ രാജി അരവിന്ദ് ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. പെണ്ണിലത്തിൻ്റെ ഒരു നാൾവഴികളും യാത്രകളും കഠിനാധ്വാനവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് ഈ ഒരു അഭിമുഖത്തിലൂടെ നമുക്ക് ചോദിച്ചറിയാം. മാം, പെണ്ണിലം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, താച്ചി എന്ന് പറയുന്ന ഒരു ചെറിയ സംഘടനയിൽ നിന്നും പെണ്ണിലത്തിലേക്കുള്ള ആ ഒരു പെണ്ണിലം പബ്ലിക്കേഷൻ ഇപ്പോൾ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ പോരാട്ടം തന്നെയായിരുന്നു ഈ പെണ്ണിലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ആ ഒരു പോരാട്ട കഥയും അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? 2023 ഡിസംബർ 30 പെണ്ണിലം എന്നുള്ള ആ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ 2023 ഒക്ടോബർ 19 കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് താച്ചി. ഇപ്പം നേരത്തെ പറഞ്ഞ താച്ചി ഒക്ടോബറിൽ 23 ഒക്ടോബറിൽ നമ്മൾ രൂപം കൊടുത്തതാണ്. ആ താച്ചിയുടെ ആഭിമുഖ്യത്തിൽ ഉണ്ടായ ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച ഒരു കവിതാ സമാഹാരം ആണ് പെണ്ണിലം. ആ പെണ്ണിലം 20 പേരുടെ കവിതയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ആത്മകഥ അനുഭവങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കവിതാ സമാഹാരമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ആ 20 പേരുടെ കവിതയിൽ നമ്മളൊരു പ്രത്യേകത കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. അത് ആത്മകഥ അനുഭവം ആയിരിക്കണം എന്നാണ് നമ്മുടെ അടുത്ത തീരുമാനം. 20 പേരും കവിത എഴുതി. ആ 20 പേരുടെ ജീവിത അനുഭവങ്ങളും കൂടെ ഒരു പാരഗ്രാഫിൽ അവർ എഴുതി ചേർത്തു. അതാണ് ആ പെണ്ണിലം എന്നുള്ള കവിതാ സമാഹാരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ടുണ്ടെന്ന ഒരു ചാപ്റ്ററായിരുന്നു അത്. ആ പുസ്തകം 20 പേരിൽ നിന്ന് 40 പേരിലേക്ക് അത് വളർത്തി. അതായത് ആത്മകഥാ അനുഭവമുള്ള കവിതാ സമാഹാരം കേരളത്തിലെവിടെയും എഴുതിയിട്ടില്ല ആരും. അങ്ങനെയൊരു പുസ്തകം ഉണ്ടായിട്ടില്ല. അത് അങ്ങനെയൊരു പുസ്തകം എഴുതുമ്പോൾ അത് കേരളത്തിൽ നിങ്ങളുടെ പ്രദേശത്ത് മാത്രം ഒതുങ്ങരുത് എന്നുള്ള ചില നമ്മുടെ സുഹൃത്തുക്കളുടെയും സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളുടെ ഉപദേശപ്രകാരം നമ്മളിത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ പരസ്യം കൊടുത്തു. അങ്ങനെ 20 എന്നുള്ളത് 40 പേര് അതിലെഴുത്തുകാരായി വന്നു. ആ 40 പേരുടെ പുസ്തകം കവിതാ സമാഹാരം ആത്മകഥാ അനുഭവം ഉൾപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് ഡിസംബർ 30 രൂപീകരിച്ച പുസ്തകമാണ്, അന്ന് പ്രകാശനം ചെയ്ത പുസ്തകമാണ് പെണ്ണിലം. അങ്ങനെയാണ് ആ ഒരു സംഭവം പെണ്ണിലം എന്നുള്ള ആ ഒരു തുടക്കം അവിടെ നിന്ന് തുടങ്ങിയത്. ആ പുസ്തകത്തിൻ്റെ പേരാണ്. പിന്നീടത് ഒരു വലിയ സംഭവമായി മാറി 2.5 വർഷം കൊണ്ട് ലോകം അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി വളരാനുള്ള തുടക്കം അങ്ങനെയായിരുന്നു. അപ്പോൾ പേരെടുത്തതിൽ ചില സംഭവങ്ങൾ, ബഹുലമായ ചില ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പെണ്ണിലത്തിൻ്റെ പേരിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ചില ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ പെണ്ണിലം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു വീട് എന്നുള്ളൊരർത്ഥം മാത്രമാണ് നമ്മൾ കണ്ട. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള എഴുതാനുള്ള ഒരു ഇടം, അത്രയും അതിനകത്ത് കണ്ടിട്ടുള്ളൂ. സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളെ കണ്ടെത്തി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒന്നും ആകാൻ പറ്റാത്ത അടുക്കളപ്പുറങ്ങളിലൊക്കെ ഒതുങ്ങി കഴിഞ്ഞുകൂടുന്ന സാധാരണക്കാരായ സ്ത്രീകളെ കണ്ടെത്തി അവരെ ഈ ഒരു അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നൊരു ലക്ഷ്യം, അങ്ങനെ ഒരു തോട്ട് വരാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയുണ്ടായെന്നൊന്ന് പറയാം. സാധാരണക്കാരായ സ്ത്രീകളാണ് ഇതിനകത്ത് എഴുത്തുകാരായിട്ടുള്ളത്. കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ തൊട്ട് ഗസറ്റഡ് പവറിലുള്ള ഗസറ്റഡ് ഓഫീസറായിട്ട് വിരമിച്ച ആൾക്കാർ, അങ്ങനെയുള്ളവർ 82 വയസ്സ് വരെയുള്ള എഴുത്തുകാരുണ്ട് ഇതിനകത്ത്. 13 വയസ്സ് മുതൽ താഴെ പഠിക്കുന്ന കുട്ടികൾ ഒക്കെ ഉണ്ട്. അവരെ എല്ലാവരെയും ഇതിനകത്തേക്ക് ഒറ്റയടിക്ക് വന്നതല്ല. ആദ്യം താച്ചിയിലൂടെ കൊണ്ടുവന്ന എഴുത്തുകാരിൽ നിന്നുമാണല്ലോ തുടങ്ങുന്നത്. അവരുടെ ഒരു അവരെ ചേർത്ത് കൊണ്ടുവരാനുണ്ടായ ഒരു കാരണമുണ്ട്. സ്ത്രീകൾ എഴുതാൻ കഴിവുണ്ടായിട്ടും വേദികൾ ലഭിക്കുന്നില്ല എന്നുള്ള
ചില പരാതികളൊക്കെ. ഞാനൊരു എഴുത്തുകാരി, 2016 മുതൽ ഞാനൊരു എഴുത്തുകാരിയായിരുന്നു. അപ്പം ഞാനുമായിട്ട് ബന്ധമുള്ള പ്രദേശത്ത് എൻ്റെ വീടിൻ്റെ ചുറ്റോട്ടുള്ള കുറച്ച് ലേഡീസ് എന്നോട് പറയുമായിരുന്നു ഞങ്ങൾക്കും എഴുതണമെന്നുണ്ട്. അപ്പോൾ ഞാനൊരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു അവിടെ, വേറൊരു കൂട്ടായ്മ, പെണ്ണില്ലല്ല. ആ കൂട്ടായ്മയിൽ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വീതം കൂടുമായിരുന്നു ഒരു സ്കൂളിൽ, അവിടെ എൻ്റെ അടുത്തുള്ള. അതിന്റെ പേരും താച്ചി അല്ല 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 അതൊരു കലാസാഹിത്യ വേദി ഞങ്ങൾ പേരിട്ട്, സമന്യ കലാസാഹിത്യ വേദി എന്ന് പറഞ്ഞൊരു അത് ഞാനാണ് അതിന് രൂപം കൊടുത്തത്. രൂപം കൊടുത്ത ആഴ്ചയിൽ ഒരു ദിവസം ആ സ്കൂളിൽ ഞങ്ങൾ ചേരും. അവിടുത്തെ ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പാടാൻ പറ്റുന്നവരെ കൊണ്ട് പാടിക്കും, കഥ പറയാവുന്നവരെ കൊണ്ട് കഥ പറയിക്കും, കവിത ചൊല്ലിക്കും, അങ്ങനെയൊക്കെ ആക്കി. ഇവരിലെ സ്ത്രീകൾ ഒന്നിച്ച് കൂടുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം. ആഴ്ചയിൽ ഒരു ദിവസം കൂടുമ്പോൾ അവരുടെ കഴിവുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് സർഗ്ഗവാസനകൾ ഉണ്ട് എന്ന് തോന്നി. അപ്പോൾ ആ സമന്വയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ എഴുതാനൊക്കെ കഴിവുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചെറിയ കൈപ്പുസ്തകം പോലെ നമുക്ക് ഇറക്കിയാലോ നിങ്ങളുടെ പുസ്തകം. അങ്ങനെ 16 പേജുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പറിൽ ഒരു ചെറിയ പുസ്തകം ഞാൻ സമന്വയുടെ പേരിൽ ഇറക്കി. അതിനകത്ത് ആ കഴിവുള്ള ആൾക്കാർ അതിനകത്ത് ആ മീറ്റിങ്ങിൽ വരുന്നവരുടെ മാത്രമാണ്. ചെറിയ കൊച്ചു പേജിൽ 16 പേജിൽ ഒരു ചെറിയ പുസ്തകം ഇറക്കി. അപ്പോൾ അവരുടെ കഴിവുകളൊക്കെ, അവരുടെ എഴുത്തൊക്കെ, ആ അക്ഷരം അച്ചടി വരേണ്ട ഒരു ചെറിയ പുസ്തകത്തിൽ വന്നപ്പോൾ അവരുടെ ഫോട്ടോയും കൂടെ ഒക്കെ വെച്ചാൽ ചെയ്തത്. ഞാൻ ചെറിയ പൈസ ചിലവായുള്ളൂ, അവരിൽ നിന്ന് തന്നെ പൈസ വാങ്ങിയിട്ട് ഞാനത് ചെയ്ത് കൊടുത്തു. അവരുടെ അതിൽ നിന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, അവർക്ക് ഭയങ്കര സന്തോഷം എല്ലാവർക്കും. അത് കഴിഞ്ഞ് ഞങ്ങളത് അതിൽ നിന്ന് വിട്ടു. ഞാൻ വേറെ ഈ സമന്വയുടെ പിന്നെ എനിക്ക് പോകാൻ പറ്റാതായി. അത് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പുസ്തകമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. 2016 മുതൽ ഞാൻ എഴുതുന്നുണ്ട്. 2017 എൻ്റെ പെണ്ണിറങ്ങാത്ത നേരത്തെ എന്നുള്ള ചെറുകഥാ സമാഹാരം ആദ്യം പുറത്തിറങ്ങി. ഇതെല്ലാം ഇവരെല്ലാം വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ച് ഇവർ എന്നോട് പറയാൻ തുടങ്ങി. രാജ്യമം അന്ന് അതുപോലെ ഞങ്ങൾക്ക് അന്നൊക്കെ ഞങ്ങളെ കൊണ്ട് ആഴ്ചയിൽ വന്ന് എഴുതിപ്പിക്കുമായിരുന്നല്ലോ. അന്ന് ഞങ്ങൾക്ക് എഴുതാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം അങ്ങ് പോയി. ഞങ്ങൾക്കൊരു ആ വാസനയെ അങ്ങ് പോയി കേട്ടോ. എന്താ ചെയ്യുക, ഞങ്ങൾക്ക് എഴുതണമെന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം കൂടി ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്ന് നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാം ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരു 10-12 പേര് എൻ്റെ വീടിൻ്റെ ചുറ്റോട്ടുള്ള സാഹിത്യ വാസന ഉണ്ടെന്ന് എനിക്ക് തോന്നിയവരെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു നമുക്കൊരു കവിതാ സമാഹാരം ഇറക്കിയാലോ, നിങ്ങൾക്ക് എങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു കവിതാ സമാഹാരം, കാരണം നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കാം. ആ വാട്സപ്പ് കൂട്ടായ്മയുടെ കയ്യിൽ നമുക്കൊരു കവിതാ സമാഹാരം ഇറക്കാം, നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ എല്ലാവർക്കും സമ്മതമായി, സന്തോഷമായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തീരുമാനിച്ചതാണ് വാട്സപ്പ് കൂട്ടായ്മ. താച്ചി എന്നുള്ള വാട്സപ്പ് കൂട്ടായ്മയുടെ പേരൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തീരുമാനിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഓരോ കവിതാ സമാഹാരം എഴുതിക്കോളാൻ പറഞ്ഞു. 20 പേരുടെ ഒരു ചെറുതെങ്കിലും ഒരു 20 പേരെങ്കിലും ഉണ്ടാവണം. ഒരു 50 പേജുള്ള ഒരു പുസ്തകമാണ് ഉദ്ദേശിച്ചത്. അവരെല്ലാവരും എഴുതാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം അവരോട് പറഞ്ഞു, നമ്മൾ സാധാരണ എഴുത്ത് മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. സാഹിത്യ മേഖലയിൽ എഴുതാൻ കഴിവുണ്ടെങ്കിലും വായിക്കപ്പെടാതെ പോകുന്നത് കവിതാ മേഖലയാണ്. കവിതകൾക്ക് വായനക്കാർ കുറവാണ്. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്കത് കൊടുക്കാൻ പറ്റിയാൽ അതിന് വായനക്കാരുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ആത്മകഥാ അനുഭവങ്ങൾ ചേർത്തുള്ള കവിത എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതൊരു പ്രത്യേക ഒരു സ്വഭാവമുള്ളൊരു കവിതാ സമാഹാരമായിരിക്കും, ആത്മകഥാ അനുഭവങ്ങളായിരിക്കണം, നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും സമ്മതിച്ചു എഴുതാം. കവിത എഴുതുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു സമ്മർദ്ദമോ ഒരു കവിഞ്ഞൊഴുകുന്നതാണല്ലോ കവിത. അപ്പോൾ അതിൽ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ കവിഞ്ഞൊഴുകുമ്പോൾ കവിതയായി വരും. അപ്പോൾ അവർ സമ്മതിച്ച് ആത്മകഥാ അനുഭവം എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെയും എനിക്കറിയാവുന്ന ആൾക്കാരാണ്, അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഓരോരുത്തരുടെ പേഴ്സണലിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മറ്റേ സംഭവം ഇല്ലേ അത് എഴുതിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും ഞാൻ വിളിച്ചു പറഞ്ഞപ്പം ഏതാണ്ട് ഒരു 20 പേരിൽ ഒരു 80% പേർക്കും കുടുംബ പ്രശ്നങ്ങളുള്ളവരാണ്. എഴുതാൻ അവർക്ക് ധൈര്യമില്ല. ആ കവിതയൊക്കെ എഴുതിയാൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കവിതാ സമാഹാരത്തിനൊരു പ്രത്യേകത ഉണ്ടാവണം, ആത്മകഥാ അനുഭവങ്ങളായിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് അത്ര പേടിയാണെങ്കിൽ നിങ്ങളെ മനസ്സിനെ സ്വാധീനിച്ച എന്തെങ്കിലും എഴുതിക്കോ. അപ്പോൾ അവന് അച്ഛനെക്കുറിച്ചായി, അമ്മയെക്കുറിച്ചായി, കുട്ടികളെക്കുറിച്ചായി, ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അതൊന്നും ആരും എഴുതാൻ തയ്യാറായില്ല. ഒരു 4 പേര് അതിന് തയ്യാറായി. 4 പേര് പറഞ്ഞു കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ബന്ധം പിരിഞ്ഞത്, ആത്മഹത്യ കയറിൽ കെട്ടിത്തൂക്കി കൊല്ലാൻ ശ്രമിച്ചെടുത്തുനിന്ന് കയറ് പൊട്ടി താഴെ വീണ് രക്ഷപ്പെട്ടോടിയ ഒരു ലേഡി അതിനകത്തുണ്ടായിരുന്നു. അവരെല്ലാം എഴുതാൻ തയ്യാറായി.
പിന്നെ ഭർത്തൃ വീട്ടിൽ നിന്നും ദുരനുഭവം ഉണ്ടായിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മോൻ്റെ കൈ പിടിച്ച് പോന്ന ഒരുപാട് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളവർ അത് എഴുതാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എഴുതിക്കോ, പക്ഷെ അവരുടെ ഭർത്താവിൻ്റെ ഒപ്പം അല്ലല്ലോ ഇപ്പോൾ താമസിക്കുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ട് എഴുതിക്കോ എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നിൽ വരുന്ന എന്തു വന്നാലും ഞാൻ അതിൻ്റെ നേരിടും. ഞാൻ പറഞ്ഞു അങ്ങരുടെ പേരോടൊക്കെ വെക്കട്ടെ എന്ന് ചോദിച്ചു. അമ്മ വെച്ചോ, ധൈര്യമായിട്ട് വെച്ചോ എന്ന് പറഞ്ഞു. പേര് തന്നെ വെളിപ്പെടുത്തിയ ആൾക്കാരുണ്ട്. ഈ എഴുത്തിലൊരു പകുതിയിലേറെയും ഭർത്താവിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തുറന്നെഴുതി. ഈ കയറ് പൊട്ടി താഴെ വീണ് രക്ഷപ്പെട്ട് ഓടിയ ആളിനെ കുറിച്ചൊക്കെ വായിച്ച് കരഞ്ഞിട്ട്, പുരുഷന്മാരോടൊക്കെ വായിച്ച് ഒരു തുള്ളി കണ്ണുനീർ ഇറക്കാണ്ട് ആ പുസ്തകം വായിച്ചു തീർക്കില്ല. അതെ, അങ്ങനെയുള്ള ആത്മകഥാ അനുഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 20 പേരുടെ കവിതാ സമാഹാരം കൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ സമീപിച്ചു, ഒരു പ്രസാധകനെ സമീപിച്ചു. എന്നിട്ട് പറയും ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, ഒരു കവിതാ സമാഹാരം, കുറച്ച് ലേഡീസിന് താല്പര്യമുണ്ട്, നിങ്ങളൊരു പുസ്തകമാക്കി തരുമോ എന്ന് ചോദിച്ചു. ഇയാൾ ഇതിൻ്റെ മാറ്റർ വായിച്ചിട്ട് പറഞ്ഞ രാജ്യമേഡം, നിങ്ങൾ വിചാരിച്ച ഒരു രീതിയിലുള്ള ഒരു സമാപനം ആയിരിക്കത്തില്ല കേട്ടോ, ഇത് നിങ്ങളുടെ നാട്ടിൽ ഒതുക്കേണ്ടതല്ല, ഇതൊരു വലിയ സംഭവമാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് ഞാൻ പെണ്ണില്ലോന്ന് ഞങ്ങൾ തീരുമാനിച്ച കുറച്ച് നറുക്കിട്ടല്ല, ഞാനാണ് ഈ പേര് നിർദ്ദേശിച്ചത്. വേറെ ആൾക്കാർ കുറേ പേര് പല പേരും പറഞ്ഞു, പക്ഷെ ഞാൻ പെണ്ണില്ലോന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥവും ഞാൻ പറഞ്ഞു. സ്ത്രീകളുടെ ഒരു വീട്, അത്രേ ഉള്ളൂ, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള. അത് അംഗീകരിച്ചു. ആ പെണ്ണില്ലോ എന്നുള്ള പേരും കൊടുത്തിട്ടാണ് ഈ പ്രസാധകനെ സമീപിച്ചത്. അയാൾ പറഞ്ഞു ഇത് നിങ്ങളുടെ നാട്ടിൽ ഒതുക്കേണ്ടതല്ല, ഇതേപോലെ ഒരുപാട് അനുഭവമുള്ള സ്ത്രീകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്, നിങ്ങളിത് അവിടെ ഒതുക്കരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും കൂടെ ചേർന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുത്തു. പെണ്ണില്ല താച്ചി വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വനിതാ എഴുത്തുകാരുടെ ആത്മകഥാനുഭവമുള്ള കവിതകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ആ പരസ്യത്തിലൂടെ വന്ന ആൾക്കാർ, ഈ സുധ കൈതാരം നമ്മുടെ പത്രം വായിക്കുന്ന ന്യൂസ് വായിക്കുന്ന ആളടക്കം ആ പരസ്യം കണ്ട് ആലപ്പുഴയിൽ നിന്ന് വന്നാണ്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാരെ ആവശ്യപ്പെട്ടിട്ട് അവരിൽ നിന്നെല്ലാം കൂടെ 40 കവിതകളെടുത്തു. ഈ 40 കവിതകളും അവരുടെ ആത്മകഥാനുഭവങ്ങളായിരുന്നു. ഇത് 2023 ഡിസംബർ 30 തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് അത് പ്രകാശനം ചെയ്തു. അപ്പം ഇത്രയും സ്ത്രീകൾ ഒരു വേദി കിട്ടാതെ എഴുതാൻ കഴിയും, പക്ഷെ വേദിയില്ല, പ്രോത്സാഹനം കിട്ടുന്നില്ല. ഞങ്ങളടക്കം അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത് പല പുരുഷ സംഘടനകളും വാട്സപ്പ് സാഹിത്യ കൂട്ടായ്മകളിലൂടെ വന്ന വേദികളിലൊന്നും എത്ര സംഘടനയിൽ പ്രവർത്തിച്ചിട്ടും ഒരു വേദിയിൽ ഒരു സീറ്റ് പോലും കൊടുക്കാതെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായതൊക്കെ പലരും പറഞ്ഞ്, നമ്മൾ ഇത്രയൊക്കെ കഴിവുണ്ട്, കവിത ചൊല്ലാറുണ്ട്, കഥ അവതരിപ്പിക്കാറുണ്ട്, എന്നിട്ട് ആ വേദിയിൽ നമ്മളെ ഒന്നും ഇരുത്താൻ അവർക്ക് പറ്റുന്നില്ല. അവർ കേരളത്തിൻ്റെ മറ്റു ഭാഗത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നുണ്ട്. പെണ്ണുങ്ങളെയൊക്കെ അത്രയേ ഉള്ളൂ ഇവരുടെ. അപ്പം നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കിയാലെന്നൊക്കെ അവരുടെയൊക്കെ സമ്മർദ്ദം കൂടെ ചേർത്തിട്ടാണ് ഒരു വനിതാ കൂട്ടായ്മയ്ക്ക് പ്ലാൻ കൊടുക്കുന്നത് തന്നെ. അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു കഥയും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിക്കാൻ ആളുണ്ടോ എന്ന് കണ്ടപ്പോൾ മനസ്സ് തുറന്ന് എഴുതിയ ഒരു വിഭാഗം ആൾക്കാർ, അന്ന് പെണ്ണില്ലത്തോടൊപ്പം ചേർന്നവർ എന്നും വളരെ ആവേശപൂർവ്വം ഇതിനോടൊപ്പം തന്നെ നിൽക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. മാം, ഒരു പ്രസ്ഥാനം തുടങ്ങി അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലായിട്ട് കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചിട്ട് 62 പുസ്തകങ്ങൾ ഒരേ സമയം പ്രകാശനം ചെയ്തു എന്നത്. ആ ഒരു വേദിയിലിരിക്കുമ്പോഴുള്ള ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അതൊരു നല്ല ചോദ്യമാണ്. പെണ്ണില്ലം എന്നുള്ള പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ആളെന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്ന് സന്തോഷിച്ചൊരു സമയമായിരുന്നു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 2024 നവംബർ 11 62 പുസ്തകങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ ലോകത്തെവിടെയും ഒരു വേദിയിൽ 50-ലധികം പുസ്തകം സ്ത്രീകളുടെ മാത്രമായിട്ട് പ്രകാശനം ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അത് അന്വേഷിച്ചിട്ട് കേൾക്കുന്നവരൊക്കെ ഇതൊരു ലോക ചരിത്രത്തിലേക്ക് വരുമല്ലോ നിങ്ങളുടെ ഈ തീരുമാനമെന്ന് പറഞ്ഞു. ആ ഒരു തീരുമാനം നടപ്പിൽ 60 പുസ്തകമായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ അത് 62 62 പുസ്തകം കൊണ്ട് അവിടെ ചെന്ന് പ്രകാശനം ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സ് നിറയെ ലോക ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് ഏകദേശം ഒരു ഗിന്നസ് ബുക്കിലേക്ക് കയറാനുള്ളൊരവസരമാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ലഭിച്ചത് എന്നുള്ള ഒരു അതിരില്ലാത്ത സ്നേഹം, സന്തോഷം, വലിയ പ്രൗഡ് മൊമെന്റ് ഒരു മൊമെൻ്റായിരുന്നു അത്.
അതിൽ പങ്കെടുത്തതിൽ 62 പുസ്തകത്തിൽ 27 പേരെ അവിടെ പങ്കെടുത്തിട്ടുള്ളൂ. ആ പങ്കെടുത്ത അത്രയും പേർക്കും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് അത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഞാനൊരു ചരിത്രം തിരുത്തി കുറിക്കാൻ 1 വർഷത്തെ കാലം അന്ന് എടുത്തിട്ടുള്ളൂ. 2023 സാഹിത്യ അക്കാദമിയിൽ ഡിസംബറിൽ തുടങ്ങിയത് 24 നവംബറിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ 62 പുസ്തകം കൊണ്ട് അവിടെ എത്തിയില്ലേ. ആ 1 വർഷം എടുത്തത് അത്രയും വലിയൊരു ചരിത്രത്തിലേക്ക് എത്തി. അത് വലിയൊരു അനുഭവമായിരുന്നു, സന്തോഷമായിരുന്നു. അത് വന്നവരും ഒക്കെ അത് ലോകം അറിയപ്പെടുന്ന രീതിയിൽ ഗൾഫും മാധ്യമങ്ങൾ, ചാനലുകൾ എല്ലാം റിപ്പോർട്ട് ചെയ്ത് ലോകത്തിലെ 1ാം സ്ഥാനത്തേക്ക് വന്നൊരു വനിതാ കൂട്ടായ്മയായിട്ട് പെണ്ണില്ല അടയാളപ്പെടുത്തുകയാണ് ചെയ്തത്. മാം, അക്ഷരങ്ങളുടെ ലോകത്ത് നിന്ന്, പെണ്ണില്ലം പബ്ലിക്കേഷനിൽ നിന്ന് ഒരു പെണ്ണില്ലം റേഡിയോ, പെണ്ണില്ലം ഡോക്യുമെൻ്ററി, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ പെണ്ണില്ലം പബ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ഒരു വ്യത്യസ്ത തലങ്ങളിലേക്ക് സഞ്ചരിക്കാനുണ്ടായ ഒരു പ്രേരണ എന്തായിരുന്നു? പെണ്ണില്ലം റേഡിയോ, പെണ്ണില്ലം ഡോക്യുമെൻ്ററി, അത് മാത്രമല്ല അതോടൊപ്പം തന്നെ പെണ്ണില്ലം യൂട്യൂബ്, പെണ്ണില്ലം പബ്ലിക്കേഷൻ, സാഹിത്യവേദി, പിന്നെ ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ ലൈബ്രറി, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ഇതെല്ലാം പെണ്ണില്ലുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ എടുത്ത തീരുമാനം എന്ന് പറയുമ്പോൾ, നമ്മൾ പെണ്ണില്ലം രൂപീകരിച്ച് ഫസ്റ്റ് പുസ്തക പ്രകാശനം കഴിയുന്ന സമയത്ത് സ്ത്രീകളെല്ലാം കൂടെ എന്തായാലും ഒരു കണക്ഷൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ റേഡിയോയ്ക്ക് പ്ലാൻ ചെയ്തത്. അതായത് ജനുവരി 7-ാം തീയതി, ഡിസംബർ 30-ന് കഴിഞ്ഞ് ജനുവരി 7-ാം തീയതി റേഡിയോയ്ക്ക് പ്ലാൻ ചെയ്തു. അത് ഞങ്ങൾ ആദ്യം തന്നെ ഞാനാണത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു RJ വെച്ചു, പ്രസിഡൻറ്റ് തന്നെ RJ ആയിട്ട് വന്നു. അതിലൊരു വാർത്താവതാരകയെ നമ്മൾ ഉൾപ്പെടുത്തി. അങ്ങനെ ഒരു രാവിലെ 6:30 തൊട്ട് 9 വരെയുള്ള ഒരു പ്രോഗ്രാമാണ് റേഡിയോ. അത് കഴിഞ്ഞപ്പോൾ സാഹിത്യവേദി പിന്നീട് നമ്മൾ രൂപീകരിച്ചു. ഇതിനകത്ത് എഴുത്തുകാരായിട്ടുള്ളവർക്ക് ഫേസ്ബുക്ക് യൂട്യൂബിലൂടെ നമുക്കൊരു സാഹിത്യവേദി രൂപീകരിച്ചു. പെണ്ണില്ലം പബ്ലിക്കേഷൻ 2024 ഏപ്രിൽ 5-ാം തീയതി തന്നെ പബ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തു. പുസ്തകം നമ്മൾക്ക് പബ്ലിക്കേഷൻ്റെ ബാനറിൽ ചെയ്യണമെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ വേണം. ISBN എടുത്തിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് രജിസ്ട്രേഷൻ പബ്ലിക്കേഷനായി. അങ്ങനെ വിവിധ ഘടകത്തിലേക്ക് ഇതിൽ യോഗ്യരായിട്ടുള്ള ആൾക്കാരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ പ്രവർത്തിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് വിവിധ തലങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചുമതല കൊടുത്തു. പിന്നെ യൂട്യൂബിലേക്ക്, അതിനകത്തൊരു യൂട്യൂബർ ഉണ്ട്. ഇപ്പം നമുക്ക് നല്ല വ്യൂവേഴ്സൊക്കെ ഉള്ള ഒരു യൂട്യൂബും കൂടി ഇപ്പം നമുക്ക് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ തലങ്ങളിലേക്ക് ഇതിനെ പെണ്ണിലത്തെ വളർത്തിയെടുക്കാൻ ഇതിലേക്ക് വന്ന കമ്മിറ്റി അംഗങ്ങളും, അവർക്ക് ഈ പുസ്തക പ്രകാശനവും ഷാർജയിൽ പോകാത്തവരുടെ പുസ്തകം തിരുവനന്തപുരത്ത് വീണ്ടും പ്രകാശനം ചെയ്തു. അപ്പോൾ അതെല്ലാം ഒരു വലിയ വേദിയിലൊക്കെ ചെയ്തതുകൊണ്ടും അതിലൊരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പെണ്ണിലത്തോടൊപ്പം ചേരാൻ ഞങ്ങൾക്ക് അവർക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ വേദി കൊടുത്തു. അവരതിലൂടെ നന്നായിട്ട് പെർഫോം ചെയ്തു. അങ്ങനെയാണ്. അപ്പോൾ അതല്ലേ നിർത്താൻ പറ്റാത്ത രീതിയിൽ ഒന്നും നമുക്ക് റേഡിയോ നിർത്താൻ പറ്റില്ല, പബ്ലിക്കേഷനും പറ്റില്ല. അങ്ങനെയൊക്കെ രീതിയിൽ നന്നായിട്ട് തന്നെ ഇത് റൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അംഗങ്ങളാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി, കോർ കമ്മിറ്റി അംഗങ്ങൾ, ഇവരുടെയൊക്കെ ഒരു പ്രവർത്തനമാണ്, കൂട്ടായ്മയാണ് ഇപ്പോൾ ഇങ്ങനെ ഇതിനെ ഇത്രയും വളർത്തിയത്. ചെറിയ സമയം കൊണ്ട് 2.5 വർഷമേ ആയിട്ടുള്ളൂ ഇപ്പോൾ. അതിനിടയ്ക്കാണ് ഇത്രയും മുഖങ്ങളിലേക്ക് ഞങ്ങൾ മാറിയത്. അക്ഷരങ്ങളിലൂടെയുള്ള ഒരു ആവിഷ്കാരം എന്നതിലുപരി സ്ത്രീ ജീവിതങ്ങളിലെ ഒരു ഡോക്യുമെൻ്ററിയിലൂടെ ദൃശ്യവൽക്കരിച്ചപ്പോൾ എന്ത് രാഷ്ട്രീയമാണ് മാം മുന്നോട്ട് വയ്ക്കുന്നത്? ഡോക്യുമെൻ്ററി എന്നുള്ളൊരു ആശയം വളരെ ലേറ്റായി വന്ന ഒരു തീരുമാനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണില്ലത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു സംവിധായകയാണ് എന്നെ ഡോക്യുമെൻ്ററി എടുക്കാൻ പ്രേരിപ്പിച്ചത്. പെണ്ണില്ലം ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയിലാണ് ഇപ്പം നിൽക്കുന്നത്. വിവിധ തലത്തിൽ ഇത് പുരോഗമിച്ച് നിൽക്കുന്ന, അതിൽ വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത് ദൃശ്യവൽക്കരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബിസ്മി എസ് റാവുത്തർ എന്നുള്ള സംവിധായക എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഇതിനങ്ങനെ ഒരു സാധ്യതയുണ്ട്, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പെണ്ണില്ലത്തിൽ അംഗത്വം എടുക്കുകയും, ബിസ്മിയുടെ ഒരു നിർബന്ധവും ആഗ്രഹവുമായിരുന്നു ഈ ഡോക്യുമെൻ്ററി എടുക്കാനുണ്ടായ കാരണം. എനിക്കത് വളരെ നന്നായിട്ട്, അത്രയും ഒരു ആശയം ആരും ഇതുവരെ മുന്നോട്ട് വച്ചിരുന്നില്ല. ബിസ്മിയുടെ വരവോടുകൂടിയാണ് എനിക്കത് ആ ഒരു ധാരണയിലേക്ക് വന്നത്. അത് ഞാൻ പിന്നെ പെണ്ണില്ലത്തിൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞു അത് ചെയ്യണം
കാര്യം നമുക്ക് ഒരുപാട് സാധ്യതകൾ അതിലൂടെ വരും എന്ന് പറഞ്ഞിട്ടാണ് അതിന് പ്ലാൻ കൊടുത്തത്. അതിന് പ്ലാൻ കൊടുത്തത് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറ്റുന്നവർ അതെല്ലാം പെട്ടെന്നായിരുന്നു. തീരുമാനങ്ങളെല്ലാം കൂടെ ഒരാഴ്ചക്കുള്ളിൽ എടുത്തു കഴിഞ്ഞു. നമ്മൾ എടുക്കുന്ന തീരുമാനം അപ്പം തന്നെ നടപ്പാക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കും ഉണ്ട്, ഈ ബിസ്മിക്കും അത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളത് അതിലേക്ക് എത്തിച്ചേർന്നത്. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് പേര് തയ്യാറായി പെട്ടെന്ന് വണ്ടി കയറി ഇവിടെ വന്നു ഷൂട്ട് ചെയ്തു. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ബോധ്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ദൃശ്യവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ ദൃശ്യമാധ്യമങ്ങൾക്ക് മറ്റു മാധ്യമങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ ഒതുങ്ങി നിൽക്കാൻ അതെന്താ ജനങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഒരു മാധ്യമമാണല്ലോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവാനുണ്ടായ കാരണം അത് ഇതിലെ അംഗങ്ങൾക്ക് എഴുത്തുകാരികൾക്ക് അത് എങ്ങനെ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം അവരുടെ അനുഭവത്തിലൂടെ അവർ പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് എന്ന് പറഞ്ഞാൽ അനുഭവസ്ഥർ പറയാണ്. പറയുമ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയം എന്ന് ആ ചോദ്യത്തിൽ വന്നത്, എനിക്ക് ആ രാഷ്ട്രീയം എന്ന വാക്കിനെ ഞാൻ കുറച്ചുകൂടെ ലളിതവൽക്കരിച്ചാൽ മാത്രമേ എനിക്കതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. എന്തെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം പെണ്ണില്ലത്തിൻ്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ പെണ്ണില്ലത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതൊരു പ്രസ്ഥാനമായിട്ട്, അത് ഒരു രാഷ്ട്രം എന്നുള്ളത് പെണ്ണില്ലമായിട്ട് ഞാൻ കാണുകയാണ്. ആ ചോദ്യത്തിന് മറുപടി എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ പെണ്ണില്ലം എന്നുള്ള പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്കൊന്നും പ്രത്യേക കാഴ്ചപ്പാടില്ല. അവരുടെ കഴിവുകൾ, വിവിധ കഴിവുകൾ ഇവിടെ വിവിധ രാഷ്ട്രീയമായിട്ട് ഞാൻ കാണുകയാണ്. ഈ കവിത എഴുതാനുള്ളത്, പാടാൻ എഴുതാൻ അറിയുന്നവർ, അഭിനയിക്കാൻ അറിയുന്നവർ, അങ്ങനെ ഡാൻസർമാരൊക്കെ ഉണ്ട്. അവരുടെ ആ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുത്തു അവരെ അത് വളർത്തിക്കൊണ്ടുവരിക, അതിലൂടെ അവർക്കൊരു ഭാവി പെണ്ണിലത്തിലൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ കാണുന്ന രാഷ്ട്രീയം. മാം, ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉയർന്നു വരാം. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നോ മറ്റോ വിമർശനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഈ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് തന്നെ നേതൃത്വം എന്നുള്ള നിലയിൽ കുടുംബത്തിൽ നിന്നും കുറേ സമയനഷ്ടം എൻ്റെ കുടുംബത്തിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു എതിർപ്പും കാര്യങ്ങളും ആവശ്യമില്ലാത്തതാണെന്നുള്ളൊരു കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനതിനെ എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കൂടെ ഞാനതിനെ അവഗണിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. ആ സമയത്തൊക്കെ പെണ്ണില്ലത്തിലെ മെമ്പർമാരുടെ ഒരു പൂർണ്ണ സഹകരണം എനിക്കുണ്ട്. അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇതിന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ത്രീകളുടെ സംഘടന എന്നുള്ള രീതിയിൽ കുറച്ച് ഇതിനകത്ത് ചില പെശകുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ യോജിച്ചു പോകുന്നൊരു സ്വഭാവം പൊതുവേ ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. 23-ാം തീയതി ഡിസംബർ 30, 2023 ഡിസംബർ 30 സാഹിത്യ അക്കാദമി വെച്ചിട്ട് പുസ്തകം പ്രകാശനം ചെയ്തത് ഏറ്റുവാങ്ങിയത് ഡോക്ടർ റോസി തപ്പിയായിരുന്നു. കരിവെള്ളൂർ മുരളി പ്രകാശനം ചെയ്തത് പെണ്ണില്ല എന്നുള്ള പുസ്തകം. അന്ന് ആ റോസി തമ്പി മാഡം വേദിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഈ സമയവും എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ്. മാഡം പറഞ്ഞത്, 4 സ്ത്രീകളെ ഒന്നിച്ചു കൊണ്ടുപോയി എന്നൊരു പ്രസ്ഥാനം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഈ 40 പേരെ ഒന്നിച്ച് രാജി അരവിന്ദ് ഇവിടെ കൂട്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ എനിക്കതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അത് നടക്കാറില്ല എന്ന് പറഞ്ഞെങ്കിലും ആ സമയത്ത് എല്ലാവരും ഐക്യത്തോടു കൂടി ആ മേഡം തന്നെ 2025 ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചിട്ട് നമ്മുടെ ഏറ്റവും വലിയ പെർഫോമൻസ് 2025 നടന്നത്. അന്ന് ഇത് വേദിയിൽ കാഴ്ചക്കാരിയായിട്ട് അവരുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി അവർ ഷാർജയിൽ വന്നാൽ അവർ വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് തകർക്കുകയാണ്. ഈ ഇത്രയും അംഗങ്ങളോടുകൂടി കലാപരിപാടികളടക്കം നടത്തിയിട്ട് അന്ന് ആ സ്റ്റാള് നടത്തുമ്പോൾ അവിടെ വന്നിട്ട് മേഡം എന്നെ വന്ന് ഒരുപാട് കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, അന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ, നിങ്ങളെ സമ്മതിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ഇതിനെ നയിച്ചുകൊണ്ട് പോകാൻ എനിക്ക് കുറച്ചൊക്കെ കണ്ണടക്കേണ്ടി വന്നു. കുറച്ച് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പിന്നെ എന്നെ തളർത്തുന്ന രീതിയിലുള്ള എതിർപ്പുകൾ പിന്നീടുണ്ടായി.
ഷാർജ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നമ്മുടെ അംഗങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ ഒരു വെണ്ണിലം പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന് ലോകോത്തര നിലവാരത്തിൽ ഉയർന്നു നിന്നൊരു സംഘടനയ്ക്ക് ചേരാത്ത ചില പ്രവർത്തികൾ ഉണ്ടായെടുത്ത് അവരെ സംഘടനാപരമായിട്ട് അവർക്ക് താക്കീത് കൊടുക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി. സ്ട്രിക്റ്റായിട്ട് തീരുമാനം എടുക്കേണ്ടി വന്നു. അവർ ഇതിൻ്റെ എതിർഭാഗത്തേക്ക് മാറി, ശത്രുപക്ഷത്തേക്ക് മാറി. പെണ്ണിലത്തിലെ അവരുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകാരം ഇല്ലാത്തൊരു ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകണ്ടെന്ന് അവർ തീരുമാനിച്ചു. അതിനെ കഠിനമായ രീതിയിൽ പെണ്ണിലത്തെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ആ രീതിയിലുള്ള ഒരു മറുപടി കൊടുക്കേണ്ട രീതിയിലും ഒക്കെ പ്രയാസങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അംഗങ്ങളിൽ കൂടെ തന്നെയാണ് അവരുടെ പേരിലെടുത്ത കർശനമായ നിലപാടുകൾ എടുക്കുക. എന്നാൽ മാത്രമേ ഈ പ്രസ്ഥാനം പോവുകയുള്ളൂ. അത് വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടെ എടുത്തിട്ടുള്ളൂ. സംഘടനയിൽ അംഗത്വം 1 വർഷത്തേക്കാണ്. പക്ഷേ എടുത്തിട്ടുള്ള കർശന നിയമങ്ങളും തീരുമാനങ്ങളൊക്കെ വാട്സപ്പ് കൂട്ടായ്മയിലാണ് നടപ്പിലാക്കിയത്. പക്ഷേ അവരുടെ വിചാരം സംഘടന എന്ന് പറഞ്ഞാൽ വാട്സപ്പ് കൂട്ടായ്മയാണെന്നാണ്. അത് ചില സമയത്ത് അനാവശ്യമായ ഇടപെടൽ വരുമ്പോൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അഡ്മിനാണ്. കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അനാവശ്യമായ ചർച്ചകളൊക്കെ ഒഴിവാക്കാൻ അതൊക്കെ അവരെ ശത്രുപക്ഷത്തേക്ക് അങ്ങനെ കൊണ്ടുപോയത്. ഞാനിതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അവരുടെ ചില വ്യക്തിപരമായ വിരോധത്തിലേക്കും വന്നു പെണ്ണിലത്തെ നശിപ്പിക്കണമെന്നുള്ള രീതിയിൽ കൂടെ ചില ആൾക്കാർ മാറിയ ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇതിന് എതിർപക്ഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും 2-3 വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ഒന്നും ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ മറ്റുള്ളവരുടെ സപ്പോർട്ട് അതിനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. മാം, ഇനി അല്പം ഒരു വ്യക്തിപരമായ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു പെണ്ണിലം പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വവും അതിൻ്റെ ചുമതലകൾക്കും എല്ലാം ഇടയിൽപ്പെട്ടുകൊണ്ട് രാജി അരവിന്ദ് എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരിയെ മാമിനെ എന്തെങ്കിലും മിസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അതെൻ്റെ ഒരു സ്വകാര്യ സങ്കടമാണ്. 2023 ലാസ്റ്റ് മുതൽ 2026 ഈ സമയം വരേക്കും എനിക്ക് എന്നിലെ എഴുത്തുകാരിയെ പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു സങ്കടമുണ്ട്. പെണ്ണിറങ്ങാത്ത നിരത്ത് എന്നുള്ള എൻ്റെ ആദ്യത്തെ പുസ്തകം എൻ്റെ മനസ്സിൻ്റെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അരമണിക്കൂർ കൊണ്ട് എഴുതിയൊരു കഥയാണത്. അപ്പോൾ അത് ഇന്നും ഞാൻ അതിൻ്റെ ആ തീം എൻ്റെ മനസ്സിൽ അങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും, എൻ്റെ ഏറ്റവും ഫേവറായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും, എല്ലാ കഥകളും എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ സ്വകാര്യ സങ്കടങ്ങളൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാൻ പെണ്ണിലത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ മറ്റുള്ളവരുടെ വേദനകളെ ഞാൻ പരിഹരിച്ചുകൊണ്ട് പോവുകയാണ്. അവരുടെ എഴുത്ത്, അതിനെ എഡിറ്റ് ചെയ്യുക, അത് പ്രസിദ്ധീകരിക്കുക, അവരെ രംഗത്തേക്ക് കൊണ്ടുവരിക, അവരുടെ പോരായ്മകളൊക്കെ. അതായിരുന്നു ഈ 2.5 വർഷവും എൻ്റെ മുന്നിലുള്ള പ്രധാന വിഷയം. എന്നിലേക്ക് പോകാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ എഴുതിയില്ലെന്ന് പറയാൻ പറ്റില്ല. 62 പുസ്തകത്തിലേക്ക് ഒരു നോവല്, 101 പുസ്തകത്തിലേക്ക് ഒരു നോവല്, ഒരു ചെറുകഥാ സമാഹാരം, ഒരു കവിതാ സമാഹാരം. ഇത് എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ട് അവസാന ഘട്ടത്തിൽ ലാസ്റ്റ് ഒരു തിരുത്തൽ പോലും ചെയ്യാൻ പറ്റാതെ, എഡിറ്റ് ചെയ്യാൻ പോലും പറ്റാതെ കൊണ്ട് എണ്ണം തികയ്ക്കാൻ വേണ്ടിച്ചതാണ്. അതെൻ്റെ എൻ്റെ സംതൃപ്തിയോടുകൂടി എഴുതിയ ഒരു എഴുത്തായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് ആ ചോദ്യം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നിലെ എഴുത്തുകാരിയെ നഷ്ടപ്പെട്ട വർഷമാണ്. അതിലൂടെ നഷ്ടപ്പെടുത്തിയതിലൂടെ ഒരുപാട് പേരെ എനിക്ക് രംഗത്തേക്ക് കൊണ്ടുവന്ന് വളർത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു സംതൃപ്തി മറുവശത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നേട്ടവും ഇവിടെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ നഷ്ടവും ഉണ്ട്. അത് എപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഉള്ളത് ഞാൻ. മാം, വായനക്കാർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള കൃതികളിൽ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കൃതിയുണ്ടോ? അങ്ങനെയൊന്നുണ്ടോ? ഉണ്ട്. ഞാൻ ചെറുകഥാ സമാഹാരങ്ങളാണ് ആദ്യമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോ പുസ്തകത്തിലും ഒരു 12 കഥകൾ വീതം ഉണ്ടാവും. ആ 12 കഥകളും എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ചില സബ്ജക്റ്റുകളെയാണ് എടുത്തിട്ടുള്ളത്. എങ്കിൽ പോലും എനിക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന 2-3 പുസ്തകങ്ങൾ. അതിലെ ആദ്യത്തെ ഒരു പെണ്ണിറങ്ങാത്ത നേരത്തു നിന്നുള്ള ഒരു ചെറുകഥാ സമാഹാരത്തിൽ ആദ്യം എഴുതിയ പുസ്തകമാണ് 2010 പെണ്ണിറങ്ങാത്ത നേരത്ത്. അതിലെ ടൈറ്റിൽ കഥ എന്നെ വളരെ സ്വാധീനിച്ച ഒരു കഥയാണ്. അതൊരു സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഒരു സമരമുറയ്ക്ക് രൂപം കൊടുത്തതാണ് അതിനകത്ത്. അതാണ് എൻ്റെ ആദ്യത്തെ ടച്ചിങ്സ് ആയിട്ടുള്ള ആ
കഥ അതാണ്. അതിനുശേഷം 2021 ജനുവരിയിൽ പ്രകാശനം ചെയ്ത ഒരു കഥാസമാഹാരമുണ്ട്, ചെല്ലമ്മയുടെ മയ്യത്ത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ എക്കാലത്തെ എൻ്റെ മനസ്സിൽ ഒരു ഒരു ഉറവ പോലെ ഉറഞ്ഞുകൊണ്ടിരിക്കും ആ കഥയിലെ കഥാപാത്രങ്ങൾ. ഞാൻ അത്രയ്ക്കും മനസ്സുരുകി എഴുതിയ ഒരു കഥയാണ് ചെല്ലമ്മയുടെ മയ്യത്ത്. ആ ചെല്ലമ്മയുടെ മയ്യത്താണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഇഷ്ടപുസ്തകം. അതിനകത്ത് ഒരു അവാർഡ് കിട്ടിയ ഒരു പാതാളക്കരണ്ടി എന്നുള്ളൊരു കഥയുണ്ട്. പിന്നെ സീമന്തിനിയുടെ ഭർത്താവ് എന്നുള്ള എൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. പിന്നെ ചെല്ലമ്മയുടെ മയ്യത്ത്. ഈ കഥകളെല്ലാം എൻ്റെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന, എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളും അനുഭവങ്ങളൊക്കെ അതിനകത്തുള്ള. ചെല്ലമ്മയുടെ മയ്യത്ത് സ്വന്തം അനുഭവങ്ങൾ അല്ല, ചെല്ലമ്മയുടെ മയ്യത്ത് സ്വന്തം അനുഭവം എന്ന് പറയാൻ പറ്റത്തില്ല, അത് എൻ്റെ ഇമാജിനാണ്. അത് അങ്ങനത്തെ കഥയാണ്. പെണ്ണിറങ്ങാത്ത നിരത്ത് ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്കെതിരെ നടത്തിയ ഒരു അതിക്രമത്തിലുള്ള എന്നിലെ നിഷേധിയാണ് ആ സമരമുറയ്ക്ക് രൂപം കൊടുത്തത്. അതാണ് അതിൻ്റെ സാഹചര്യം. പിന്നെ അങ്ങനെ ഈ ചെല്ലമ്മയുടെ മയ്യത്ത് ഒരു സംഭവകഥ അല്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ട്, ആ കഥ വായിക്കുമ്പോഴൊക്കെ എപ്പോഴും എൻ്റെ തൊണ്ടയ്ക്കൊരു സങ്കടം വന്ന് നിൽക്കാറുണ്ട് അതിൽ ചില വരികൾ വായിക്കുമ്പോൾ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല ഒരു പുസ്തകമെന്ന് എനിക്ക് തോന്നിയത് ചെല്ലമ്മയുടെ മയ്യത്താണ്. പിന്നെ മുലപ്പോലെ മണക്കുന്ന ശ്മശാനം എന്നുള്ള ഒരു പുസ്തകം, ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഒരു ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആ പുസ്തകത്തിലുണ്ട്. ഈ 3 കൃതികളുടെയും പേര് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സാരാംശം അതിൻ്റെ ടൈറ്റിലിൽ തന്നെ ഉള്ളതായിട്ടൊരു ഫീല് തോന്നി. അത് തന്നെ ആ 3 പുസ്തകത്തിനും അതുതന്നെ അതിലാണ്. അതെൻ്റെ ശരിയാണ്. പെണ്ണിറങ്ങാത്ത നിരത്തിലെ ആ കഥയാണ് എൻ്റെ കവർ പേജ്. ചെല്ലമ്മയുടെ മയ്യത്തിലും ആ കഥയിലെ ഒരു തോണി തൊഴിയുന്ന ഒരു വൃദ്ധൻ, അതാണ് എൻ്റെ കവർ പേജ്. 3-ാമത്തെ പുസ്തകം പിന്നെ മുലപ്പാലം മണക്കുന്ന ശ്മശാനം. അതും മുല നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ സങ്കടവും മുലപ്പാല് കിട്ടാതെ കരയുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖവും. ഈ 3 പുസ്തകവും എൻ്റെ മകൻ വിഷ്ണുമാധവൻ്റെ ചിത്രം, അവനാണത് വരച്ചത്, കവർ പേജ് വരച്ചത്. അതെല്ലാം ആ കഥയുടെ ടൈറ്റിൽ കഥകളാണ് ആ കവർ പേജിലുള്ളത്. ആണോ? ഒരുപാട് പേർക്ക് തണലേകുന്ന പെണ്ണിലത്തിൻ്റെ അമരക്കാരിയുടെ ഇപ്പോഴത്തെ ഒരു ദുഃഖം എന്താണ്? ഇപ്പോഴത്തെ ദുഃഖം എന്ന് പറഞ്ഞാൽ എൻ്റെ അസംതൃപ്തിയാണ്. അതിന് ദുഃഖം എന്നാണോ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എടുത്ത തീരുമാനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ കഴിയാത്ത ഒരു ദുഃഖമുണ്ട്. കാര്യം ഇത് ഉദ്ദേശിച്ച രീതിയിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നമുക്ക് പെണ്ണില്ലം റേഡിയോ രൂപീകരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി റേഡിയോയുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പെണ്ണില്ലത്തിന് നമ്മൾ രൂപം കൊടുക്കുന്ന സമയത്ത് കുറച്ച് പേര് ഉപദേശിച്ച് തന്നിരുന്നത്, നിങ്ങളെ വിചാരിച്ച സ്ത്രീകളുടെ ഒരു ചാനൽ, പെണ്ണില്ലം ചാനൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും ശ്രമിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു മനസ്സിലൊരു ആഗ്രഹമാണ്, അത് നടക്കേണ്ടതാണ്. അതൊരു ദുഃഖമായിട്ട് അങ്ങനെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതൊരു വലിയ ആശയമാണ് പെണ്ണില്ലത്തിൻ്റെ ഒരു. അതെ ഒരു ചാനൽ വരിക എന്ന് പറഞ്ഞ്, പെണ്ണില്ലം ചാനൽ, അതൊരു സ്വപ്നമാണ് എൻ്റെ. കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ ഒരു റേഡിയോ റൺ ചെയ്യുന്നുണ്ട് 2.5 വർഷമായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ കൂടെ ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചാനൽ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതിലൂടെ ഒരു ഇരിട്ടി ആസ്ഥാനമാണ് പെണ്ണില്ലത്തിൻ്റെ ആസ്ഥാനം, അവിടെയാണ്. അവിടെ കേന്ദ്രീകരിച്ച് ഇതിൻ്റെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ എടുത്താൽ കുറച്ചൊരു 4-5 പേര് നമ്മുടെ പെണ്ണില്ലത്തിൻ്റെ അംഗങ്ങൾക്കൊരു തൊഴിൽ സാധ്യത അവിടെ ഉണ്ട്. ലൈബ്രറി ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് വരുമാനം ഉണ്ടാക്കുന്ന പബ്ലിക്കേഷനിൽ 2 പേരെ ഇരുത്താൻ പറ്റും. ഇതിനെല്ലാം ഓഫീസ് തുടങ്ങണം, അതിനുള്ള 3-4 പേരെ സഹായിക്കണം, ജോലി കൊടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. വിചാരിച്ച രീതിയിലൊരു നല്ല രീതിയിലൊരു ആധുനിക സംവിധാനങ്ങളുള്ള ഒരു പബ്ലിക്കേഷൻ പെണ്ണില്ലത്തിനുണ്ടാവണം. കാര്യം ആദ്യത്തെ വർഷം തന്നെ 62 പുസ്തകം പെണ്ണില്ലം പബ്ലിഷ് ചെയ്തു. രണ്ടാമത് 101 പുസ്തകം ചെയ്തിട്ടുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ഒരു ബാലൻസ് പുസ്തകം നിൽക്കുന്നതുകൊണ്ട് 3-ാമത്തെ വർഷം പുസ്തകങ്ങൾ ഇപ്പോഴും ക്ഷണിച്ചിട്ടില്ല. ഇനി അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് നല്ല സംവിധാനമുള്ള ഒരു പബ്ലിക്കേഷൻ്റെ ഒരു പ്രസോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട്. ഇതിന് നല്ല രീതിയിൽ ഇതിനെ വിപുലീകരിക്കാൻ പറ്റുന്ന സാധ്യത ഇതിനുണ്ട്. അതിനെ ആ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സഹകരണം, ശരിക്കും പറഞ്ഞാൽ ലേഡീസിന് അവരുടേതായ ചില പരിമിതികളൊക്കെ ഉണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് അത്രയും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. ഇനി അതിനുള്ള സാധ്യതകളൊക്കെ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ലഭിച്ചാൽ അത് സാധിക്കും വരെ എൻ്റെ ദുഃഖം അങ്ങനെ തന്നെ നിൽക്കും. മാം, എഴുത്തുകാർക്ക് ഈ ഒരു പെണ്ണില്ലം എന്ന സംഘടനയിൽ അംഗമായതുകൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്താണെന്നാണ് മാം വിലയിരുത്തുന്നത്? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ എഴുത്തുകാർ എഴുതി തുടങ്ങുന്നവരുണ്ടായിരുന്നു, എഴുതി കുറേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചവരുണ്ടായിരുന്നു, 25ഓളം പുസ്തകങ്ങൾ എഴുതിയവരുണ്ട്. അങ്ങനെയൊക്കെ വിവിധ കാറ്റഗറിയിലുള്ളവരാണ് പെണ്ണില്ലത്തിലുള്ളത്. പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വേദി കിട്ടാതിരുന്നവർക്ക് ഒരു വേദി ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർ തുടർച്ചയായിട്ട് ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം എഴുതാൻ അവസരം കൊടുക്കുന്നുണ്ട്. കാര്യം പിന്നെ ഇവിടെ ഫെബ്രുവരി 14 ഉള്ള പ്രണയദിനം, മാർച്ച് 8 സർവ്വദേശീയ വനിതാ ദിനം, അത് ആന്തോളജികളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വന്തം പുസ്തകം, ഒരു പുസ്തകം തന്നെ. ഇത് നിരന്തരം അവർക്ക് എഴുതേണ്ടി വരും. അതേപോലെ തന്നെ നമ്മുടെ സാഹിത്യവേദിയിലേക്ക്, നമ്മുടെ റേഡിയോയിലേക്ക് അവർ നിരന്തരം സൃഷ്ടികൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വിശ്രമമില്ലാത്ത എഴുതാനും പിന്നെ കവിത എഴുതാനും ചൊല്ലാനും വായിക്കാനും ഒക്കെ ഉള്ള അവസരം കൊടുത്തു. അവർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരിൽ ഒരുപാട് മാറ്റമുണ്ടായി. ഒരുപാട് മാറ്റം പറയാം. അവർ മനസ്സ് നിറഞ്ഞാണ് ഇപ്പോൾ എഴുതുന്നത്. ആദ്യത്തെ തടസ്സങ്ങളോ എഡിറ്റിങ്ങിൽ വരുന്ന ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴത്തെ എഴുത്തിലില്ല. വളരെ നല്ല പെർഫോമിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ലേഡീസ് ഉണ്ട്. അവർക്കതൊരു വലിയ നേട്ടമാണ്, പെണ്ണിലത്തിൽ വന്നുകൊണ്ടാണ് എന്നവർ പലരും പറയാറുണ്ട്. മാത്രമല്ല, അന്താരാഷ്ട്ര ഷാർജ ഫെസ്റ്റിവലിലെ ആദ്യത്തെ വർഷം 62 പുസ്തകം പ്രസിദ്ധീകരിച്ചതിലെ ആ പുസ്തകം വരാത്തവരുടെ തന്നെ അവിടെ പ്രകാശനം ചെയ്തല്ലോ. അവർക്ക് നാട് മുഴുവൻ അവരെ അംഗീകരിക്കുന്നൊരവസ്ഥ. കണ്ടാൽ മിണ്ടുപോലും ചെയ്യാതിരുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ അവരെ വളരെ ആദരവോടെ നോക്കുകയും അവരെ സെലിബ്രിറ്റികളായിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും സെലിബ്രിറ്റികളായിട്ട് പല സ്ഥലങ്ങളിലും പല വേദികളിലും ആദരിക്കപ്പെടുന്നതും വിവിധ പരിപാടികൾക്ക് പങ്കെടുക്കാൻ അവർക്ക് ഗസ്റ്റുകളായിട്ടൊക്കെ തിരഞ്ഞെടുത്ത് വന്നിട്ട് ഉള്ള അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. അവരുടെയൊക്കെ ഒരു മനസ്സിൻ്റെ സന്തോഷം വളരെ വലുതാണ്. അവർ പലരും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു അവസരം പെണ്ണിലത്തിൽ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയേറെ ഉയരത്തിൽ വന്നത്, ഞങ്ങൾക്ക് നാടറിയുന്ന ആൾക്കാരായി വന്നതും എന്ന് അവർ സന്തോഷപ്പെടും. അവരുടെ എഴുത്തിൽ തന്നെ അത് പറയാറുണ്ട്. ആന്തോളജികളിൽ അവർ പറയാറുണ്ട്, അവർ മീറ്റിങ്ങുകളിലൊക്കെ പറയാറുണ്ട്, പെണ്ണില്ലത്തിലൂടെയാണ് ഞങ്ങൾ അറിയപ്പെടുന്നവരായി മാറിയത് എന്നുള്ളത്. ചിലർ രോഗത്തെ തന്നെ അതിജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോടുള്ള നമ്മുടെ ഒരു ടീച്ചർ, എനിക്കപ്പോൾ ടീച്ചറിൻ്റെ പേര് പറയുന്നതിലൊരു പ്രശ്നമില്ല, ശൈലജ ടീച്ചർ, ശൈലജ ടീച്ചർ ഒരു അധ്യാപികയായിരുന്നു. അവർ രോഗിയായിരുന്നു. എണീറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അവർക്ക് എങ്ങനെയോ അവർ പെണ്ണില്ലത്തിനെ കുറിച്ച് കേട്ടു. അവർ ആരോടോ ഓൺലൈനിൽ അല്ല ഗൂഗിളിലും അവർ സെർച്ച് ചെയ്ത് നമ്പർ കണ്ടുപിടിച്ച് എന്നെ വിളിച്ചു, എന്നെക്കൂടെ പെണ്ണില്ലത്തിൽ ചേർക്കണമെന്ന് പറഞ്ഞു. അവർ നടക്കാൻ വയ്യാത്ത ഒരാളായിട്ടാണ് കോഴിക്കോട് അവർ നമ്മുടെ മീറ്റിങ്ങിന് വന്നത്. ആ ആൾ അവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് വന്നു. ഇപ്പോൾ അവരുടെ പിന്നെ അവരുടെ അതിജീവിതം എന്നുള്ള പുസ്തകത്തിൽ അവർ എഴുതിയിരിക്കുന്നു, പെണ്ണില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. അവർ ഷാർജയിൽ വന്നു, അവരെല്ലാ പരിപാടി, അവർക്കിപ്പോൾ ഒരു അസുഖമില്ല. വളരെ മാനസികമായിട്ട് അവർ നല്ലൊരു ഫോമിലാണുള്ളത്. അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് അതിനകത്തൊക്കെ ശൈലജ കണിച്ചാർ അവർ പറയുന്നത് പെണ്ണില്ലായിരുന്നെങ്കിൽ അവരിപ്പോൾ നിരന്തരം പ്രഭാഷണത്തിനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇരുട്ടിയിലുള്ള ഒരുപാട് പേര് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വളർന്നത്. ഒരു 10 പേരെങ്കിലും അങ്ങനെ രക്ഷപ്പെടുത്താൻ, അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ പെണ്ണില്ലത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഒരു ലിഷ പ്രസ്തൂൺ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഡിപ്രഷനായിരുന്നു. അത് എന്നെക്കുറിച്ച് ഇങ്ങനെ പെണ്ണില്ലത്തെക്കുറിച്ച് നിങ്ങൾ പെണ്ണിലുമായിട്ട് ബന്ധപ്പെടുന്ന ഇതൊരു പുരുഷ സുഹൃത്ത് പറഞ്ഞു കൊടുത്താൽ അവർ നമ്പർ കളക്ട് ചെയ്ത് എന്നെ വിളിച്ച്. ഇപ്പോൾ അവർ പറയുന്നത് ആ ഡിപ്രഷനെല്ലാം മാറി പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് പെണ്ണില്ലത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ കുറേ ആൾ പറയുക എന്ന് പറഞ്ഞാൽ അത് തന്നെ എൻ്റെ ഒരു നേട്ടം ഒന്നല്ല. അത് എൻ്റെ നേട്ടത്തിൽ ഇവരുടെയൊക്കെ ആ സന്തോഷവും അവരിലൂടെ വന്ന മാറ്റവും. അതെ, പെണ്ണില്ലത്തിലേക്ക് വന്നിട്ടുള്ളവരെല്ലാം കൂടുതൽ എനർജറ്റിക്കായി ഒരുപാട് ജീവിത പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ ഉദാഹരണ സഹിതം അവർ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ പുസ്തകത്തിൽ. അവരുടെ ആമുഖത്തിൽ, എല്ലാ പുസ്തകത്തിൻ്റെ ആമുഖത്തിലും ഇപ്പോൾ അതിജീവിത എന്നുള്ളൊരു പുസ്തകം ഇപ്പോൾ നമ്മൾ ഇറങ്ങിയതിനകത്തും അവർ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇത് ചരിത്രമാണ്.
ഇതിപ്പോൾ മറ്റ് സോഷ്യൽ മീഡിയകളിലെ പോലെയൊന്നും അല്ല. ഇത് ചരിത്രമാണ്. ഒരു പുസ്തകം ഒരു അലമാരയിൽ നൂറ്റാണ്ടുകളോളം ഇരിക്കും. ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. പെണ്ണില്ലത്തിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഈ മാറ്റം ഉണ്ടായത്. ഞാൻ റോൾ മോഡലാക്കി വെച്ചിരിക്കുന്നത് രാജി അരവിന്ദൻ എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ രീതിയിൽ അയൺ ലേഡിയാണെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കളഞ്ഞു. എന്താണ് അതിൽ അല്ല, അതൊരു ഇതാണ്ട് ഞാൻ പറയുന്നില്ല, അവരതങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം പെണ്ണില്ലത്തിൽ വന്നതുകൊണ്ടാണ്. ഇതിലൂടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്ലാസ്സും അവരുടെ ഇടപെടലും നമ്മളുടെ ഇടപെടലും അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മളെടുത്ത സമീപനവും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ അലമാരയിൽ, എൻ്റെ അലമാരയിൽ, നാട്ടിലുള്ള വായനശാലകളുടെ അലമാരയിലുള്ള അത് ജീവനോടെ ഇരിക്കുകയല്ലേ. പെണ്ണില്ലത്തിൻ്റെ ഒരു എന്താണ് അസറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അത് അക്കാര്യത്തിലൊക്കെ എനിക്ക് പൂർണ്ണ സംതൃപ്തിയാണ്. പിന്നെ പറയാത്തവർ ഒരുപാട് പേരുണ്ട്, അവരുടെ മനസ്സിലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പറഞ്ഞവർ ഒരുപാട് പേരുണ്ട്. ഇതാണ് പെണ്ണില്ലത്തിൻ്റെ ഒരു റിസൾട്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും പെണ്ണില്ലത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് താഴോട്ട് പോകാൻ പറ്റില്ല. ഇവരാരും സമ്മതിക്കൂല. വരും വർഷങ്ങളിൽ എന്തൊക്കെ പദ്ധതികളാണ് പെണ്ണില്ലം ലക്ഷ്യമിട്ടിരിക്കുന്നത്? വരും വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഇപ്പം 2026 പെണ്ണില്ലത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിൽ ഫസ്റ്റിൽ നമ്മൾ ഡോക്യുമെൻ്ററി, അതൊരു വലിയ ഒരു മാറ്റമാണ്. നമ്മൾ കണക്ക് കൂട്ടാതിരുന്ന ഒരു കാര്യമായിരുന്നല്ലോ. അതേ തുടർന്ന് മുന്നോട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പബ്ലിക്കേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോവുക എൻ്റെ ലക്ഷ്യത്തിലൊന്നാണ്. അതിൽ പരമാവധി സ്ത്രീ എഴുത്തുകാർ ഇപ്രാവശ്യം പബ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് പിന്നെ മത്സരത്തിന് എൻട്രികൾ ക്ഷണിച്ചിട്ട് അവർക്ക് എൻഡോമെൻ്റ് കൊടുത്തുകൊണ്ട് അവരെ മത്സരവേദികൾ, കാര്യം നിലവാരമുള്ള പുസ്തകങ്ങൾ വരാൻ വേണ്ടിയിട്ട് എൻഡോമെൻ്റ് ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഈ വർഷം അങ്ങനെ ഇതൊരു പ്ലാനുണ്ട്. ഒരു എല്ലാത്തിലും കവിത, നോവല്, ചെറുകഥ, എല്ലാത്തിലും നിരൂപണം അടക്കം എല്ലാത്തിലും നമ്മൾ എൻഡോമെൻ്റ് ഏർപ്പെടുത്തി. അത് ഓരോരുത്തർ തയ്യാറാവില്ലിങ്ങാണ്. ആ ക്യാഷ് കൊടുത്തുകൊണ്ട് നല്ല നിലവാരമുള്ള പുസ്തകങ്ങൾ നമ്മൾ പെണ്ണില്ല ഇറക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പദ്ധതി പ്രാവശ്യമുണ്ട്. പിന്നെ റേഡിയോ നല്ല രീതിയിൽ കൊണ്ടൊരു കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയുള്ള ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പദ്ധതി നമുക്കതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഏത് മേഖലയിൽ നമുക്ക് അതിനുള്ള സപ്പോർട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിൽ സപ്പോർട്ടിംഗ് മേഖലകൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ സപ്പോർട്ടോട് സഹകരണത്തോടു കൂടി. കാര്യം പെണ്ണില്ലത്തിന് വളരെ സ്വീകാര്യത വന്നിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഈ പെണ്ണില്ലത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെണ്ണില്ലം റേഡിയോ തന്നെ 60,000 പേരിലേക്ക് ഡെയിലി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പേര് ഈ പെണ്ണില്ലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരെല്ലാവരുടെയും കാഴ്ചപ്പാടോടുകൂടി നല്ല രീതിയിൽ ഈ വർഷം പെണ്ണില്ലത്തിൻ്റെ വർഷമായിരിക്കണം 2026 എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണെന്നുള്ള ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ നമ്മുടെ അംഗങ്ങളെല്ലാം നല്ല സ്മാർട്ടായ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് നമുക്കുള്ളത്. അവരുടെ എല്ലാം തീരുമാനത്തോടുകൂടി എൻ്റെ ഒരു ഞാൻ ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ കാര്യങ്ങളെല്ലാം അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമുക്ക് ഉദ്ദേശിച്ച രീതിയിലൊക്കെ ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മൾ പെണ്ണിലെ ഓഫീസ് ഇതുവരെ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടില്ല. ഈ മാസം മെയ്യിൽ പെണ്ണിലെ ഓഫീസ്, ലൈബ്രറി, അതേപോലെ തന്നെ മറ്റ് ഒരു തൊഴിൽ മേഖലയിൽ 4-5 പേർക്ക് അവിടെ തൊഴിൽ കൊടുക്കണം. ജോലി ഒരുപാട് പ്ലാനുകളുണ്ട്. അതെല്ലാം നടപ്പിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പെണ്ണില്ലം അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ ആ അവസ്ഥയിൽ നിന്ന് ഒരടി താഴോട്ട് പോകാതെ ഒരു 10 മടങ്ങ് പിന്നെ ജനസമ്മതിയോടുകൂടി ഇതിനെ നിലനിർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മാമിന്റെ എല്ലാ ആഗ്രഹങ്ങളും അടിപൊളിയായിട്ട് സക്സസ് ആവട്ടെ, നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകളെല്ലാം അതിനുണ്ടാവണം. എഴുതാൻ ആഗ്രഹം ഉണ്ടായിട്ടും സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഭയന്നുകൊണ്ട് എഴുതാൻ മടിച്ചു നിൽക്കുന്ന സ്ത്രീകളോട് മാമിന് എന്ത് സന്ദേശമാണ് നൽകാൻ? അതിൻ്റെ മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾ എന്താണെന്ന് സ്ത്രീകൾ മനസ്സിലാക്കണം. സ്ത്രീകൾ അവരവരെക്കുറിച്ച് ബോധ്യം വരണം. അവിടെയാണ് എഴുതാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ കോവിഡ് കാലത്തിന് ശേഷം സ്ത്രീകൾ അവരിലേക്ക് ഇറങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു കോവിഡ് കാലം. അവരുടെ കുടുംബത്തിലെ ആ കാലഘട്ടത്തിലെ അവരുടെ കുടുംബത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കാലമാണ്. ഭർത്താവ്, കുടുംബം, മക്കൾ എല്ലാവരുടെ ചുറ്റുവട്ടം വന്നപ്പോൾ സ്ത്രീകൾക്കൊരു 3-ാം കണ്ണ് തുറന്ന് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിലൂടെ അവർ ഒരുപാട് മാനസികമായിട്ട് അവർക്ക് വികാസം ഉണ്ടായി. അവരിലൂടെ സർഗപരമായ കഴിവ് നിലവിലുള്ളവർ അത് പുറത്തെടുത്തു. അങ്ങനെയാണ് സ്ത്രീകൾക്ക് പുതിയ കാഴ്ചപ്പാട് വന്നത്. അതിലൂടെയാണ് പുതിയ എഴുത്തുകാർ, ഈ കോവിഡിന് ശേഷം വനിതാ എഴുത്തുകാർ കൂടിയിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്ത്രീ എന്താണെന്ന് അവർ മനസ്സിലാക്കണം. സ്ത്രീ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സൗന്ദര്യം സ്ത്രീകൾ തന്നെയാണ്.
ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം, ലോകത്തിൻ്റെ സൗന്ദര്യം, കുടുംബത്തിൻ്റെ സൗന്ദര്യം ഒക്കെ സ്ത്രീകളാണ്. അത് മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് കഴിഞ്ഞാൽ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. സ്ത്രീകളില്ലാത്തൊരു കുടുംബം എങ്ങനെയുണ്ടാവും നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ അവർക്ക് എഴുതാനുള്ള പ്രചോദനം കിട്ടിയാൽ അത് മടി കൂടാതെ എഴുതാൻ പറ്റണം. ഒരു സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് സാഹിത്യം എന്ന് പറഞ്ഞാൽ. സഹിതമായതാണ്, ഇഷ്ടപ്പെട്ടതിനെ ചേർത്ത് പിടിക്കുന്നതാണ് സാഹിത്യം. അപ്പോൾ അത് എഴുതാൻ മടിക്കരുത്. നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എഴുതാൻ നമുക്ക് കഴിയണം. ആ എഴുതുമ്പോൾ നമുക്ക് എന്തും, ഇപ്പോൾ സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എന്തും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും, മോശവും ഉണ്ടാവും. നമ്മുടെ ഭാഷയിൽ അത് മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ ആ സൃഷ്ടി എഴുതി ഫലിപ്പിക്കലെന്നാണ് സ്ത്രീകളുടെ എഴുത്തിൻ്റെ ഉണ്ടാവേണ്ട ഒരു പ്രത്യേകത. അത് എഴുതുമ്പോൾ അവരുടെ കൈ ശുദ്ധമായിരിക്കണം. അതാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം. നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെയൊക്കെ നമ്മൾ വിമർശിക്കുകയും എഴുതുകയും ചെയ്യണം. എഴുത്തുകാരൻ ഒരു ധിക്കാരിയും കൂടെയാണ്, ഒരു പോരാളി, ഒരു ധിക്കാരിയാണ് എഴുത്തുകാർ. അപ്പോൾ അത് എഴുതുമ്പോൾ എഴുതുന്നയാളിൻ്റെ കൈ ശുദ്ധമായിരിക്കണം. മകള്, സഹോദരി, അമ്മ, മകള്, സഹോദരി, ഭാര്യ, അമ്മ, അമ്മുമ്മ, ഇത്രയും വേഷങ്ങൾ സ്ത്രീക്ക് പ്രപഞ്ചം കൊടുത്തിട്ടുള്ളതാണ്. അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ അവർക്ക് കഴിയണം. അത് പുരുഷന്മാരെ കൊണ്ട് സാധിക്കത്തില്ല. പുരുഷന്മാരെ ചേർത്ത് പിടിക്കാത്തൊരു സമൂഹം ഇവിടെ ഇല്ലെങ്കിൽ പോലും സ്ത്രീക്കാണ് അതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ സൗന്ദര്യവും, പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം സ്ത്രീകളിലാണ് നിൽക്കുന്നത്. അത് നിറവേറ്റാൻ നമുക്ക് ബാധ്യതയോടെ നമ്മൾ നിറവേറ്റിയിരിക്കണം. പുരുഷനെ കൊണ്ട് സാധിക്കത്തില്ല. അത് നിറവേറ്റിയതിന് ശേഷം മാത്രമേ സമൂഹത്തിൻ്റെ നേരെയുള്ള കണ്ണാടി നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ പാടുള്ളൂ. അവിടെ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ കൈ ശുദ്ധമാണെങ്കിൽ സത്യസന്ധമായി എഴുതുക. എങ്ങനെ എഴുതിയവർക്ക് പലതൊരു അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്, കൈ വെട്ടിയിട്ടുണ്ട്, കാൽ വെട്ടിയിട്ടുണ്ട്, എഴുത്തുകാരെ നിരോധിച്ചിട്ടുണ്ട്. അത് ശരിയായ എഴുത്തുകാർക്ക് അതാണ് ആവശ്യം. നിഷേധികളാണ് എഴുത്തുകാർ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് അവരുടെ കടമകൾ നിറവേറ്റിക്കൊണ്ട് അവർക്ക് എഴുതാൻ തന്നെ കഴിയും. യാതൊരു മടിയും വേണ്ട. അതിനെ പ്രോത്സാഹനം എല്ലായിടത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇതേപോലെയുള്ള പ്രസ്ഥാനങ്ങൾ അവർക്ക് പ്രോത്സാഹനമായിട്ട് അവരുടെ നല്ല എഴുത്തിനെ സ്വീകരിച്ച് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള അവസരം കിട്ടുന്ന ഇതേപോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ അവർക്ക് ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യാം. അപ്പോൾ അതാണ് അവർക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം. അല്ലാണ്ട് എഴുതാൻ മനസ്സുള്ളവർ പറഞ്ഞല്ലോ, ഒരു മൂന്നാം കണ്ണ് തുറന്നു വെച്ചിരിക്കുകയാണ് സ്ത്രീകൾ. അവർക്ക് പ്രോത്സാഹനമൊന്നും കുടുംബത്തിൽ നിന്ന് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. പെണ്ണിലത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ എങ്ങനെ പെണ്ണിലത്തിനെ കോണ്ടാക്ട് ചെയ്യണം? പെണ്ണിലത്തിനെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള വഴി അന്വേഷിച്ച് പലരും വിഷമിച്ച് നടന്ന സന്ദർഭം ഉണ്ടായത് പലരും ഇതിൽ അംഗത്വം എടുത്തതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കണ്ടുപിടിച്ചത് അവരുടെ ഫോൺ നമ്പറാണ്. ഫോൺ നമ്പർ, പെണ്ണിലോട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ എവിടെയാണെന്ന് പലരോടും അന്വേഷിച്ച് അങ്ങനെ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ പെണ്ണിലത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആവശ്യമായ സഹായം ഇവരെന്താണ് ആഗ്രഹിക്കുന്നത്, പെണ്ണിലത്തെക്കുറിച്ച് അറിയാനാണോ, അവർക്ക് എഴുതാനാണോ, അവരുടെ മാറ്റർ അയക്കാനാണോ, അതൊക്കെ വേണ്ടുന്ന രീതിയിൽ അവർ വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പെണ്ണിലത്തിൻ്റെ എഡിറ്ററാണ് ഞാൻ, ഫൗണ്ടറാണ് ഞാൻ. അപ്പോൾ എൻ്റെ നമ്പറാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുള്ളത്. മറ്റുള്ളവരെല്ലാം ഓരോ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. എൻ്റെ കമ്മിറ്റിക്കാരെല്ലാം ഓരോ ചുമതല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ എൻ്റെ പോസ്റ്റിൽ അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നയാൾ ഞാനാണ്. പെണ്ണില്ലത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ എൻ്റെ നമ്പർ തന്നെയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഇമെയിൽ ID ഉണ്ട്, പെണ്ണില്ലം എഴുത്തരം പബ്ലിക്കേഷൻ @gmail.com എന്നാണ് എൻ്റെ ഇമെയിൽ ID. അപ്പോൾ നന്ദി മാം. അക്ഷരങ്ങളുടെ വലിയ ഇല്ലമായ പെണ്ണില്ലം ഇനിയും ഒട്ടനവധി പെൺകരുത്തുകൾ ഉയർന്നു വരട്ടെ. പെണ്ണില്ലത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ വിജയം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.